24 റിപ്പോർട്ടറെ മറ്റുള്ളവരുടെ ശവം തിന്നാണോ നീ ജീവിക്കുന്നത്? മറ്റുള്ളവരുടെ ശവം തിന്നാണോ താൻ ജീവിക്കുന്നത്? 24 റിപ്പോർട്ടർ മാത്രമല്ല, മീഡിയ വൺ എന്റെ ഒരു ഫ്രണ്ട് കൂടിയാണ്. എനിക്ക് സുഹൃത്തെന്ന് പറയാൻ ഇപ്പം മടിയുണ്ട്. കാരണം അത് മറ്റു പലതരത്തിലും പല അഭിപ്രായ വ്യത്യാസങ്ങളും ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ചിലപ്പോൾ മതപരമായിട്ടുള്ള ചില ചിന്തകൾ മീഡിയ വണ്ണിലെ റിപ്പോർട്ടറുടെ ഭാഗത്തുണ്ടാവാം. നമ്മൾ ചിന്തിക്കാത്ത തരത്തിലേക്കുള്ള ചില കാര്യങ്ങൾ മീഡിയ വൺ റിപ്പോർട്ടറുടെ ഭാഗത്തുണ്ടാവും. ഇന്നലെ എന്റെ വീട്ടിൽ വന്നപ്പോഴും ഞാൻ മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമപരമായി ശിക്ഷിക്കപ്പെട്ടെ എന്ന് പറയാനുള്ള ഒരു ഉത്തരവാദിത്വം ഒരു ജനപ്രതിനിധി എന്നുള്ള നിലക്ക് പ്രതിഭ കാണിക്കേണ്ടതാണ്. പക്ഷെ അതിന് പകരം നൈസായി അവിടെ മതം കുത്തിക്കയറ്റ. ഈ സഖാക്കൾക്ക് ഇപ്പോൾ ഒരു സ്വഭാവമുണ്ട്, എവിടെ ഉത്തരം മുട്ടണോ അവിടെ വർഗീയത കയറ്റാണ്. പ്രതിഭ MLA മകനെതിരെ ലഹരി കേസ് റിപ്പോർട്ട് ചെയ്തതിന് 24 ന്യൂസ്, അതേപോലെ തന്നെ റിപ്പോർട്ടർ, മീഡിയ വണ്ണ് ഉൾപ്പെടെയുള്ള ചാനലുകളെ MLA ലൈവിൽ വന്നിട്ട് ചീത്ത വിളിക്കുന്നുണ്ട്. ചീത്ത പറഞ്ഞാൽ അങ്ങനെ ആ രീതിയിൽ തന്നെ പറയുന്നുണ്ട്. എന്നാൽ MLAക്ക് കൂടുതൽ കയ്പുള്ളത് 24-നും റിപ്പോർട്ടർ ചാനലും പിന്നെ ഇല്ലാത്ത ഒരു മതപരമായ കാരണം മീഡിയ വണ്ണിന് മാത്രം ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഈ വിജയരാഘവൻ പറഞ്ഞത് ഒരു യാദൃശികമല്ല എന്ന് തോന്നാൻ ഇനി വേറെ വല്ല കാരണം വേണോ? മകൻ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ FIR-ൽ 9ാം പ്രതിയായത് എങ്ങനെയാണ്? അപ്പോൾ അവിടെ എക്സൈസ് പിടിച്ചു, നിയമപാലകർ പിടിക്കുന്നു. അപ്പോൾ സ്വാഭാവികമല്ലേ, ഇപ്പോൾ അത് അങ്ങനെ ഇൻഫർമേഷൻ കിട്ടി വന്നു, അതിൽ കഞ്ചാവുണ്ട് എന്ന് ബോധ്യപ്പെട്ടു, FIR ഇട്ടു, അതിൽ 9ാം പ്രതിയാണ് എന്ന് പറയുന്നു. സ്വാഭാവികമായിട്ടും അത് റിപ്പോർട്ട് കൊടുക്കും, അതല്ലേ മാധ്യമങ്ങൾ. അപ്പോൾ ഒരു MLA അല്ലെങ്കിൽ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ അങ്ങനെ തന്നെ അവരെ പേര് വെച്ച് തന്നെ അവരെ കുടുംബക്കാരനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്ത വരും. അപ്പോൾ നമ്മളെന്താ പറയേണ്ടത്? അത് അങ്ങനെ ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യണം? അത് നിയമപരമായിട്ട് മുന്നോട്ട് പോകണം, ശിക്ഷ അനുഭവിക്കട്ടെ എന്നുള്ള അങ്ങനെയുള്ള നിലപാടുകൾ. പിന്നെ അമ്മ എന്നുള്ള നിലക്ക് നല്ല ഇടങ്ങേറും പ്രയാസം ഉണ്ടാവും. കാരണം കുറേ ആൾക്കാരുണ്ട് മകനെ വളർത്തു ദോഷമാണ്, അങ്ങനെയൊന്നുമല്ല. ഒരു കുട്ടി പുറത്തു പോയിങ്ങാണ്ട് എന്തൊക്കെ ചെയ്യുന്നു എന്നൊന്നും ചിലപ്പോൾ ആർക്കും മനസ്സിലാക്കാനോ ഓനെ അങ്ങനെ ക്യാച്ച് ചെയ്യാനൊന്നും പറ്റാത്തൊരു അവസ്ഥയിലുണ്ടാവും. അപ്പോൾ ഒരു അമ്മ എന്നുള്ള നിലക്ക് രക്ഷിതാക്കൾക്ക് നല്ല പ്രയാസം ഉണ്ടാവും. അതൊക്കെ മനസ്സിലാക്കുന്ന ആൾക്കാർ തന്നെയാണ് കേരളത്തിലെ ആളുകൾ. പിന്നെ ഇപ്പം അങ്ങനെ കമൻ്റ് ഇടുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകമായൊരു സ്വഭാവക്കാരാണ്. അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും ഇപ്പോൾ എനിക്ക് തോന്നുക ഇത് കുറച്ച് ഓവറായില്ലേ, MLA ഭാഗത്തു നിന്നുണ്ടായത് കുറച്ച് ഓവറായില്ലേ എന്ന് തോന്നിപ്പോവുകയാണ്. പിന്നെ ഇപ്പോൾ ഈ വിഷയത്തിൽ റോഡ് സൈഡിൽ അലക്ഷ്യമായി കടന്നിരുന്ന ഒരു കഞ്ചാവ് ചെടിയെടുത്ത് പോലീസിനെ സുരക്ഷിതമായി ഏൽപ്പിക്കുകയായിരുന്നു ഈ യുവ പോരാളി പ്രതിഭ MLA മകൻ. നാളത്തെ വലിയ പ്രതീക്ഷയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്ത കൊടുക്കാൻ പറ്റുമോ? അങ്ങനെയൊന്നും ഇപ്പോൾ ആരും ചെയ്യില്ലല്ലോ. എന്നിട്ടൊരു അഭിവാദ്യങ്ങൾ പൊന്നുമോനെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ഇപ്പോൾ മാധ്യമങ്ങൾ എന്തായാലും വാർത്ത കൊടുക്കില്ല, വേറെ കാര്യത്തിലും വാർത്ത കൊടുക്കില്ല. പിന്നെ ഇപ്പം അങ്ങനെ വാർത്ത കൊടുത്ത ഒരുപാട് ചാനലുകളുണ്ട്. ആ ചാനലുകൾക്കിടയിൽ മീഡിയ വണ്ണിൻ്റെ ഒരു മതം തിരയുന്ന ആ സ്വഭാവം ഉണ്ടല്ലോ, അതിന് വർഗീയത എന്ന് പറയാം. കാര്യങ്ങളെ കാര്യഗൗരവമായി മനസ്സിലാക്കിക്കൊണ്ട് ഒരു അമ്മ എന്നുള്ള നിലക്ക് വിഷമമുണ്ടാവും. ആ വിഷമത്തിൽ നമ്മൾ ഒരു കേസ് എടുക്കുന്നു, ആ കേസിൽ മകൻ പ്രതിയായി ഉൾപ്പെടുന്നു. അതിനൊരു അമ്മ എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും. എന്നാൽ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലക്കും ഒരു സാധാരണ ഒരു മനുഷ്യൻ എന്നുള്ള നിലക്കൊക്കെ നമുക്ക് ഈ സമൂഹത്തോട് പറയാനുള്ള ഒറ്റ കാര്യം ഉണ്ടാവുള്ളൂ, മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. അല്ലാതെ പ്രതിഭൻ്റെ മകന് പ്രത്യേകമായൊരു ഹൈപ്പോ, പ്രതിഭൻ്റെ മകനാണെന്ന് കരുതി MLA മകനാണ്, മന്ത്രിൻ്റെ മകനാണെന്ന് കരുതിയിട്ട് അവിടെ ആരും ഒന്നും പറയാൻ പാടില്ല, ഈ രീതിയിൽ വാർത്തകൾ വരില്ല, ഈ രീതിയിൽ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. കൂടുതൽ വാർത്തകളാണ് വരിക. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് മകൻ ഉൾപ്പെട്ട ഒരു കഞ്ചാവ് കേസ് അതിനേക്കാൾ വലിയ ഒരു വർഗീയപരമായ ഒരു പരാമർശമായി പോയി പ്രതിഭയുടെ ഭാഗത്തു നിന്ന് മീഡിയ വണ്ണിനെതിരെ ഉണ്ടായത്. അതായത് ചാനലുകൾക്കിടയിൽ മീഡിയ വണ്ണിന് മാത്രം ഒരു മതം തിരയുന്ന അത്തരം വർഗീയപരമായ ഒരു പരാമർശം, അത്തരം തോന്നൽ, അത് ആ കഞ്ചാവിനേക്കാൾ വലിയ കഷ്ടമാണ് എന്നുള്ളതാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. കാര്യങ്ങൾ ഗൗരവമായിട്ട് കാര്യബോധത്തോടു കൂടി പക്വമായ രീതിയിൽ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രതികരിക്കാൻ പ്രതിഭ MLAക്ക് കഴിയട്ടെ. നല്ല രീതിയിൽ ആ കാര്യത്തെ ഉൾക്കൊള്ളാൻ പ്രതിഭ എന്ന് പറയുന്ന അമ്മക്കും കഴിയട്ടെ. എല്ലാം ശുഭമായിട്ട് പര്യവസാനിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് മകനും ഇത് മനസ്സിലാക്കണം. സമൂഹത്തിൽ ഉൾപ്പെടുന്ന ഒരു വലിയ നേതൃത്വം വഹിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ അമ്മ, എൻ്റെ കുടുംബം എന്നൊക്കെ ഉള്ളത്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെന്ന് ചാടുമ്പോൾ നല്ലോണം സൂക്ഷ്മത പാലിക്കാൻ മകനും കഴിയട്ടെ എന്ന്
ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.